എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 5 or 6 ബ്രെഡ് എടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ മുഴുവനായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 4 പീസാക്കി എടുക്കണം. എല്ലതും ഒരേപോലെ 4 കഷ്ണങ്ങളാക്കി എടുക്കുക. ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം വേണം ഇങ്ങനെ ഇട്ടെടുക്കാൻ. എണ്ണ ചൂടാവാതെ ഇട്ടെടുത്താൽ ബ്രെഡ് മുഴുവൻ എണ്ണ കുടിക്കും. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അടിഭാഗം നല്ലോണം മുരിഞ്ഞു വന്നാൽ പെട്ടെന്ന് തന്നെ മറിച്ചിട്ടെടുക്കാം. ഇതേ രീതിയിൽ 2 ഭാഗവും ഫ്രൈ ആക്കി എടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിൽ മെയിനായിട്ട് ചെയ്തെടുക്കേണ്ട കാര്യം ബ്രെഡ് നല്ല കൂടിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചാൽ എണ്ണ ഫുള്ള് ബ്രെഡ് കുടിച്ചു പോകും. അപ്പോൾ ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഒന്ന് കുറുകി നൂൽപ്പരിവായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഷുഗറൊക്കെ മെൽറ്റായി വെള്ളം നല്ലോണം തിളച്ച് വന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് മുഴുവൻ ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കണം. കൂടുതൽ സമയം അതിൽ വെക്കരുത്. കൂടുതൽ സമയം കിടന്നാൽ ബ്രെഡിൻ്റെ ആ മുരിച്ചിലൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. നല്ലോണം കുറുകി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ക്രീം പരുവത്തിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ പഞ്ചസാര ഒന്നും ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. ആ സിറപ്പിൻ്റെ മധുരം തന്നെ ഇതിലുണ്ടാകും. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ അതാ നമ്മുടെ ക്രീമൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇനി നമുക്ക് സ്വീറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ആദ്യം എടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് ക്രീം വെച്ചെടുത്തതിന് ശേഷം വേറൊരു ബ്രെഡ് എടുത്തിട്ട് മുകളിൽ വെച്ചെടുക്കുക. അങ്ങനെ മുഴുവനായിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്